നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയില് അബിക്ക് വേറെ ഗദ്യത്തരമില്ലാതെ അബി ചന്തമോൾക്ക് ചോറ് വാരി കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് കണ്ടോണ്ടാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. ആ കാഴ്ച കണ്ടപ്പോ നവ്യക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. നവ്യ വന്നിട്ട് ചോദിച്ചു, എന്താടാ അബി, നീ എന്താ ഈ ചെയ്യണേന്ന് ചോദിച്ചു. ഒരു നിമിഷം അബി ഞെട്ടിപ്പോയി. പിന്നീട് അബി പറഞ്ഞു, അല്ല നവ്യ, അത് പിന്നെ ഞാൻ ചന്തുമോൾക്ക് ചോറ് വാരി കൊടുക്കുന്നേ. ചോറ് വാരി കൊടുക്കുവാന്ന് മനസ്സിലായി. ഇവിടെ വേറെ ആരും ഇല്ലടാ അത് വാരി കൊടുക്കാനായിട്ട്. നീ ഉള്ളോന്ന് ചോദിക്കുവാണ്. ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നീ ആരാന്ന് ചോദിക്കുവാണ്. ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നേ നയനം അമ്മായി അല്ലേ, പിന്നെ നീ എന്തിനാ ഇതൊക്കെ ഏറ്റെടുത്തിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അബി പറഞ്ഞു, അത് പിന്നെ അവരൊക്കെ ആഹാരം കഴിക്കുക താഴെ ഇരുന്ന്. ആ സമയത്ത് മോൾക്ക് വിശക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ ആഹാരമായിട്ട് ഇങ്ങോട്ട് വന്നേ. ഓഹോ, എന്തൊരു സ്നേഹം! നിന്റെ സ്നേഹപ്രകടനങ്ങൾ കണ്ടാ തോന്നൂലോ നീയാണ് ഇവളുടെ അച്ഛനെന്ന്. സത്യം പറയടാ, ഇനിയിപ്പോ ആദർശേന്റെ സ്ഥാനത്ത് നീ എങ്ങാനും ആണോ? നീയാണോ ചന്തമോളുടെ അച്ഛനെന്ന് ചോദിച്ചു. ഒരു നിമിഷം അബി ഞെട്ടിപ്പോയി. അബി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. അപ്പോഴേക്കും അബി പറഞ്ഞു, നീ എന്തൊക്കെയാ നബി പറയണേ? ദേ, വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ വിളിച്ചു പറയരുത് കേട്ടോ. അല്ല പിന്നെ നിന്റെ ഈ പ്രവൃത്തികളൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. നീ എന്ത് പരിപാടിയാടാ കാണിക്കുന്നേ? നബിയെ, നിനക്കറിയാലോ, ഇവിടെ ആരെങ്കിലും എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നേ. എടാ, ഇത്രമാത്രം താണുകയാണ് നീ ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ എനിക്കാണെങ്കിലും ഒരു വരുമാനമുണ്ട്. ഞാൻ മോഡലായിട്ട് അഭിനയിക്കാൻ പോകുന്നുണ്ടല്ലോ. പിന്നെ നീ എന്തിനാടാ ഇങ്ങനെ കാലിച്ചൂട്ടി കിടക്കണേ? ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു വീട് വെച്ച് മാറി താമസിക്കാന്ന്. നവ്യ, അതിന് പണം വേണം. എടാ, പണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്നിട്ട് കാര്യമുണ്ടോ? ഇപ്പോഴാണെങ്കിലും വലിയ കുഴപ്പമില്ല, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ അടിമവേല ചെയ്യാനാണ്ടാ നീ ഇവിടെ ഇരിക്കുന്നേ. ഇതിനേക്കാളും ഭേദം വേറെ ഏതെങ്കിലും ഒരു കമ്പനി കയറുന്ന. നവ്യെ, നിനക്കറിയാലോ, ഞാൻ ജയിലിലൊക്കെ കിടന്നായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്നും ഒരു കമ്പനിയിലും എടുക്കത്തില്ല. എടാ, ഏൻ ജ്വല്ലറിക്കാരോട് പറഞ്ഞിട്ട് ഞാൻ നിനക്ക് അവിടെ നല്ലൊരു സ്ഥാനം വാങ്ങിച്ചു തരാടാ. പറയാനൊക്കെ എളുപ്പമാ, അത്ര പെട്ടെന്നൊന്നും കിട്ടത്തില്ല. ദേ, ഈ സമയത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നിനക്കറിയാലോ, അനുസരിച്ചില്ലെങ്കിൽ പിന്നെ അമ്മായി അതിന്റെ പേര് പ്രശ്നം ഉണ്ടാക്കും. ഒന്നാമത്തെ കാര്യം, എനിക്കൊരു ജോലിയും കൂലി ഇല്ലാതെ ഞാൻ ഇരിക്കുമല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നബി പറഞ്ഞു, എന്നും പറഞ്ഞോണ്ട് അവരൊക്കെ പറയുന്ന എല്ലാം നീ അനുസരിക്കണമെന്ന് നിർബന്ധം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട് ദേഷ്യപ്പെടുവാണ്. പിന്നീട് അബി പറഞ്ഞു, നബിയെ, ഇപ്പൊ നമുക്ക് മോശ സമയാന്ന് പറയണേ. എന്ത് മോശം? നമുക്കൊരു മോശ സമയമല്ല. എടാ, മോശ സമയാന്ന് പറഞ്ഞ് നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നീ എന്റെ കാര്യം നോക്കണ്ടേ, നമ്മുടെ മോന്റെ കാര്യം നോക്കണ്ടേ, അല്ലാതെ ഈ ഇരിക്കുന്ന പെണ്ണിന്റെ കാര്യമല്ല. കണ്ടില്ല, അവൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? നാണം ഉണ്ടോടാ നിനക്ക് എന്നും പറഞ്ഞു ദേഷ്യപ്പെട്ടു. പിന്നീട് ചന്തമോളോട് പറഞ്ഞു, എഴുന്നേറ്റ് പോടി. നീ ചെന്നിട്ട് നിന്റെ അമ്മയോട് പറ, നയനാമ്മയുണ്ടല്ലോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ മുത്തശ്ശി, വാരിത്തരാൻ പറ. അതിന് ദേ അബിയെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ടു. പാവം ചന്തമോള് ഒന്നും മിണ്ടാതും കൂടി എഴുന്നേറ്റ് പോയി. അപ്പോഴേക്കും അബി പറഞ്ഞു, എന്താ നബിയെ, നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കണേ? അതൊരു കുഞ്ഞു കൊച്ചല്ലേന്ന് ചോദിച്ചു. കുഞ്ഞു കൊച്ചാണ് പോലും, നിനക്ക് കുഞ്ഞു കൊച്ചായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും അല്ല. നമ്മുടെ മോന് പോലും നീ ഇതുവരെയായിട്ട് ഇങ്ങനെയൊന്നും ചെയ്തു കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ടാണ് ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എനിക്കിതൊക്കെ കാണുമ്പോഴങ്ങ് ദേഷ്യം. ഇനി ഇങ്ങനെ എങ്ങാനും എന്റെ കൺമുന്നിൽ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. അതും പറഞ്ഞോണ്ട് നവ്യ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അബിക്ക് ടെൻഷനായി. ചന്തമുളങ്ങാനും ചെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിന്റെ പേരിലായിരിക്കും താൻ വഴക്ക് കേൾക്കാൻ പോകുന്നേ എന്നൊരു ചിന്ത അബിയുടെ മനസ്സിലുണ്ടായി. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോ ആദർശ് വീട്ടിലേക്ക് വന്ന് മുത്തശ്ശനുമായിട്ട് സംസാരിക്കണം. അപ്പൊ ജുവലറി കാര്യങ്ങളൊക്കെ ആദർശ് നല്ല ടെൻഷനിലാണ് ജുവലറി കാര്യത്തില്. പിന്നീട് മുത്തശ്ശന് ആദർശിനെ വിളിച്ചോണ്ട് മുറിയിലേക്ക് പോയി ജുവലറിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. കമ്പനി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആദർശിനോട് പറഞ്ഞു, നിനക്കറിയാലോ, അമേരിക്കൻ കമ്പനിക്കാരുമായിട്ടുള്ള ആ ഡീല് നമുക്കത് പ്രധാനപ്പെട്ടാണ്. ഒരു കാരണവശാലും മറ്റൊരാളിത് കൊണ്ടുപോയിക്കൂടാ. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്നതിന് മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് മുത്തശ്ശ. അങ്ങനെ തന്നെ വേണം. നീ നാളെ ദുബായിക്ക് പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ, അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം. ഇതുവരെ നിനക്ക് ഒരിടത്തും ഒരു പാളിച്ചയൊന്നും പറ്റിയിട്ടില്ല. ഇതും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയണം. നിനക്കറിയാലോടോ മോനെ, ഇന്ന് വരെ നമുക്ക് ഇതുപോലൊരു ശത്രുക്കളില്ലായിരുന്നു. ഈ പറയുന്ന ഏൻ ജ്വല്ലറിക്കാരാണ് ഇപ്പൊ നമുക്ക് എതിരാളികളായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേങ്കില് ആ ഏൻ ജ്വല്ലറിയിലെ ഡേവിഡ് നമുക്കൊരു ശത്രുവല്ല. അയാളുമായിട്ട് നമുക്കൊരു മുൻ പരിചയം പോലും ഇല്ല. ശരിക്കും ആ ഏൻ ജ്വല്ലറി നിഴലിൽ കിടന്ന് ആരോ കളിക്കുന്നുണ്ടെന്ന് പറയണം. അതിന്റെ മറവിൽ ആരോ ഉണ്ട്. എന്താ മുത്തശ്ശ അങ്ങനെ പറയാൻ കാരണം? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം അവരാണ് നമ്മുടെ യഥാർത്ഥ ശത്രുക്കള്. നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന അവരാണ്. ഏൻ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു
മറ മാത്രമാണ്. അതിന്റെ പിന്നിൽ ഒരു നല്ലൊരു ശത്രു ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതുവരെ എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊന്നും മോശമായിട്ടില്ല. അപ്പൊ അതിനെ നേരിടാൻ തക്കവണ്ണമായിരിക്കണം നമ്മൾ സന്നദ്ധരായിരിക്കേണ്ടത്. ഒരു പക്ഷേങ്കില് ഇപ്പൊ നമ്മള് അമേരിക്ക കമ്പനിക്കാരുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് നോക്കുന്നൊക്കെയുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ മറഞ്ഞിരിക്കുന്ന ശത്രു ആ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എതിരാളികളെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജ്വല്ലറികളൊക്കെ അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ. അപ്പൊ ഇപ്പൊ ഈ എൻ ജ്വല്ലറിക്കാരും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ നല്ല ഗുണമേന്മയുള്ള അല്ലെങ്കിൽ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് അമേരിക്കൻ കമ്പനി നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. പിന്നെ നിന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നാലും ഒരു ബിസിനസ് ട്രിക്ക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ബിസിനസ് തന്ത്രങ്ങൾ, അതൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. മുത്തശ്ശൻ്റെ ഒരു ക്ലാസ് തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നീട് പറഞ്ഞു, ദേ ഇപ്പം കുടുംബം ഒരു തകർച്ചയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിനെ കരകയറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വ്രതമെടുത്തും അതുപോലെ തന്നെ നാളെ ഒരു പൂജ തന്നെ ഇവിടെ നടത്തുന്നത്. കാരണം ഒരു കാരണവശാലും നമുക്ക് ഈ ഡീല് നഷ്ടപ്പെട്ടുകൂടാ. ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഐശ്വര്യം കാര്യങ്ങളൊക്കെ നമുക്ക് തിരികെ പിടിക്കണം. കമ്പനിയെ നമുക്ക് തിരികെ കൊണ്ടുവരിക തന്നെ വേണം. അല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ ആദർശനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് മുത്തശ്ശന്. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും നവ്യ ജലജയുടെ അടുത്തേക്ക് വന്നു. ജലജയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മായി എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞു. എന്താ മോളെ? അല്ല അബി എന്തിനാ ആ ചന്തുമോൾക്ക് ചോറൊക്കെ കൊണ്ടേ വാരി കൊടുക്കുന്നേ? ഇതൊക്കെ കണ്ടു കഴിയുമ്പോ അമ്മായിക്കെങ്കിലും ഒന്ന് എതിർത്തുകൂടെ? എന്ത് ചെയ്യാനാന്ന് പറ. കാണുന്നതിനും കേൾക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? എത്രയെന്ന് വെച്ചാ എത്ര പറഞ്ഞാലും അബിക്ക് തലേ കയറില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അത് പിന്നെ ഈ പറയുന്ന ഏടത്തിയൊക്കെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല മോളെ. അവന്റെ സ്വഭാവം അങ്ങനെ അവൻ അത്രയ്ക്ക് പാവാ. ദേ മോളെ എല്ലാരും കൂടെ നേരത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചോണ്ടിരുന്ന അബി ഭയങ്കര സാധനമാ, വിശ്വസിക്കാൻ കൊള്ളാത്തവനാ, കള്ളനാന്നൊക്കെയല്ലേ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, മോൾക്കിപ്പോ അവന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായല്ലേ. നവ്യ പറഞ്ഞു, ഇപ്പോഴേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നേ. പക്ഷെ അബിയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. അതാ മോളെ പറഞ്ഞേ, എങ്ങനെയെങ്കിലും ദേ അവന്തികയുടെ കല്യാണം കൂടെ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞ ഒരു സമാധാനമായി. പക്ഷെ അതുവരെ ഇവിടെ എങ്ങനെയും പിടിച്ചു നിന്നേ മതിയാവുള്ളൂ. അതുകൊണ്ട് മാത്രം സാരമില്ല, ഇങ്ങനെ ഇട്ട് ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്താൻ തന്നെ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ അവള് ജലജ പറയുവാണ്. പക്ഷേങ്കിലും നവ്യക്ക് അറിയത്തില്ലോ ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താന്ന്. ജലജ അഭിയൊക്കെ ദേവേനെയൊക്കെ അനുസരിക്കുന്നതിന്റെ കാരണം എന്താന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് മാത്രം ഈ പറയുന്നതിനൊക്കെ തലയായിട്ട് സമ്മതിക്കുകയാണ് നവ്യ. ഇവര് പറയുന്ന എല്ലാം ശരിയാന്നുള്ള രീതിയിൽ. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും അബി ജലജയെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് ദേവേനി വന്നു. ദേവേനി വന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജലജ എന്താ എടുത്തി? നാളെ ഇവിടെ ഒരു വലിയ പൂജ നടക്കുക എന്നുള്ള കാര്യം അറിയാലോ. അതുപോലെ തന്നെ ഇന്നെല്ലാരും വ്രതത്തിലുമാണ് താനും. ഇത് കേട്ടുകഴിഞ്ഞപ്പോ അബി പറഞ്ഞു, അല്ല അതിനിപ്പോ എന്താന്ന് ചോദിച്ചു. അതിനിപ്പോ എന്താന്നോ, നാളത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഒരുക്കണം. നിലവിളക്കും കാര്യങ്ങളൊക്കെ തുടയ്ക്കണം, പൂജാമുറിയൊക്കെ വൃത്തിയാക്കണം. അതോടൊപ്പം തന്നെ അപ്പുറത്ത് കിടക്കുന്ന കുറെ നിലവിളക്ക്, അടഞ്ഞു കിടക്കുന്ന മുറി കുറെ നിലവിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂജയ്ക്ക് വേണ്ടി കുറെ വിളക്കൊക്കെ എടുക്കണം, അതൊക്കെ തൂത്ത് ഉടച്ചെടുക്കണം. അതോടൊപ്പം തന്നെ മുറികളൊക്കെ എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ജലജ പറഞ്ഞു, അല്ല എടുത്തി, അങ്ങനെയാണെങ്കിൽ ആരെയും പുറത്തുനിന്ന് വിളിച്ചാൽ പോരെ? അതിന്റെ ആവശ്യം എന്താ? നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ. രാവിലെ ആകുമ്പത്തേനും എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. പറഞ്ഞ കേട്ടല്ലോ, ഇപ്പൊ തന്നെ പോയി പണി തുണയ്ക്കോ. അത് മാത്രല്ല നേരം പരവര വിളിക്കണം 3 മണി സമയത്ത്. ആ സമയത്ത് എഴുന്നേക്കണം. എഴുന്നേറ്റ് മുറ്റമൊക്കെ നല്ല വൃത്തിക്ക് നല്ല അടിച്ചു വാരണം. അടിച്ചു വാരി തളിച്ച് എല്ലാം ക്ലീൻ ആക്കിയിടണം. നാളെ രാവിലെ പൂജ വെളുപ്പിന് തുടങ്ങുന്ന പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞു. പോയി കിടന്ന് ഉറങ്ങിയേക്കാന്ന് വിചാരിക്കരുത്. ഉറങ്ങിയാലും ഇല്ലേലും അലാറം വെച്ചിട്ടാണല്ലോ എഴുന്നേറ്റണം. ഇനി അത് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ. അത് കേട്ടതും ജലജ പറഞ്ഞു, ചെയ്തോളാം ഏട്ടത്തിന്ന് പറയണം. അങ്ങനെ ദേവേനയും കൂടി പോയി കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, എന്റെ അമ്മ ഇതെന്താ മുറ്റം അടിച്ചു വരാനോ? ഞാനെന്താ ഇവിടുത്തെ തന്നെ ജോലിക്കാരനാണോ? ഇതെന്തൊരു അവസ്ഥയാണോ എന്തോ. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അനുഭവിക്കടാ, നീ ഒറ്റ ഒരുത്തം കാരണം ഇപ്പൊ ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കണേ. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ദേ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ കൊണ്ട് പറ്റില്ല. ഇക്കണക്കാണ് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടേലും പോകത്തുള്ളൂ. അതേടാ, നീ എങ്ങോട്ടേലും പോയിട്ട് വേണം എനിക്കോട്ട് ഇവിടെ പണി കിട്ടാനായിട്ട്. ദേ അങ്ങനത്തെ മണ്ടത്തിലൊന്നും കാണിച്ചു വെച്ചേക്കല്ലേ, പറഞ്ഞത് കേട്ടല്ലോ എന്നൊക്കെ പറയണം. ഈ സമയത്ത് അവന്തിക നാഗേന്ദ്രനെ കാണാനായിട്ട് ചെന്നു. നാഗേന്ദ്രനെ കാണാനിട്ട് കാര്യങ്ങൾ പറയണം. നാളെ ഇവിടെ ഒരു വലിയ പൂജ നടക്കുക. ആദർശ് ദുബായിക്ക് പോവാന്നാ പറഞ്ഞ നാളെ. ഇത് കേട്ടപ്പോ നാഗേന്ദ്രൻ പറഞ്ഞു, ആഹാ കൊള്ളാലോ. അങ്ങനെ ദുബായി പോയി മറ്റേ അമേരിക്ക കമ്പനിക്കാരുമായിട്ടുള്ള ഡീലർഷിപ്പിന് വേണ്ടിയിട്ട്.
അതിന് വേണ്ടിയിട്ടുള്ള പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സർവൈശ്വര്യ പൂജയാന്ന് പറയണേ. അപ്പോഴേക്കും നാഗേന്ദ്രൻ പറഞ്ഞു, നടക്കട്ടെ മോളെ, എല്ലാം നടക്കട്ടെ. എത്ര പൂജ എന്ന് പറഞ്ഞാലും അവര് രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല. കണ്ടോ, ഇനിയിപ്പോ അവരുടെ തകർച്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് എന്നൊക്കെ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.